യെസ്, നല്ലൊരു പ്രഭാതമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ പിന്നെ അവതരിപ്പിക്കാറുള്ള വാർത്തകൾക്ക് വാർത്തകളിൽ ആ ഒരു നന്മ കാണാൻ പറ്റാറില്ല. നല്ല വാർത്തകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച, അതിൽ അന്വേഷണം പുരോഗമിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി തല്ലുന്നുണ്ട്, തലോടുന്നുണ്ട്. ഉപ്പു തിന്നുന്നവർ ഓരോരുത്തരായി വെള്ളം കുടിച്ച് തുടങ്ങി. അതെ, പക്ഷേ ഇപ്പം കൂടുതൽ അറസ്റ്റുകളിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകുന്നില്ലല്ലോ. മാത്രമല്ല, ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു വാർത്തയിൽ നിന്ന് തന്നെ അടൂർ പ്രകാശിനെ ഇന്നലെ ചോദ്യം ചെയ്തത് 2.5 മണിക്കൂറോളമാണ്. 2.5 മണിക്കൂർ എന്താണ് ചോദിച്ചറിഞ്ഞത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് അടൂർ പ്രകാശിൻ്റെ ചോദ്യം ചെയ്യലിന് പിന്നിൽ നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDF കൺവീനറെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മുന്നിൽ കണ്ടാണോ അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് പോറ്റിയുടെ വീട്ടിൽ പോയതും പോറ്റിയുമായി ചിത്രമെടുത്തതും പോറ്റിയുടെ പിതാവിന് സമ്മാനങ്ങൾ നൽകിയതും കുറേ വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും, അപ്പം ചർച്ചയാവട്ടെ എന്ന് വെച്ചിട്ടാണോ? അങ്ങനെ ഒരു അബദ്ധം UDF കൺവീനർ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിന് പോറ്റിയുടെ വീട്ടിൽ എന്താണ് കാര്യം? അതല്ല പോറ്റിയുടെ വീട്ടിൽ പലരും പോയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുമായിട്ട് നല്ല അടുപ്പമുള്ള നേതാവാണല്ലോ. കടകംപള്ളി സുരേന്ദ്രനെ 2 തവണ ചോദ്യം ചെയ്തു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ ഇതുപോലെ ദൃശ്യമാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. അടൂർ പ്രകാശിൻ്റെ ചോദ്യം ചെയ്യൽ കൃത്യമായിട്ട് മാധ്യമങ്ങളെ അറിയിച്ചല്ലോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്, ശബരിമല സ്വർണ്ണ കവർച്ചയാണ്. മാത്രമല്ല, ശരിയാണ്, ഇപ്പം സോണിയാഗാന്ധിയെ പോലും പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു ഘട്ടത്തിൽ UDF കൺവീനറെ ചോദ്യം ചെയ്തതിന് പിന്നിൽ ചില നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അശ്വതിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമായിരിക്കാം. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്താനാവാത്തത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ അളവ് സംബന്ധിച്ചും തുടർന്ന് ചോദ്യം ചെയ്യേണ്ടവരെക്കുറിച്ചും നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല. ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും ദേവസ്വം മുൻ ഭാരവാഹികളെയും സംരക്ഷിക്കാനാണ് അന്വേഷണം വൈകിപ്പിക്കുന്നതെന്നും വിമർശനം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷിനോട് ചോദിച്ചോളൂ. വിനീഷ്, ആദ്യം മുതൽ ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ SITക്ക് മേൽ കേൾക്കുന്ന വിമർശനമാണ് എവിടെ തൊണ്ടി മുതൽ, എവിടെ പ്രതികളിലേക്ക് എത്താൻ എന്തുകൊണ്ട് ഇത്ര താമസിക്കുന്നു? ഇതാ തൊണ്ടി മുതൽ കണ്ടെത്താനും താമസിക്കുന്നു. അതായത് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കൃത്യമായി തിട്ടപ്പെടുത്താനോ ബാക്കി സ്വർണം എവിടെ പോയെന്നോ ഇത്രയും മാസമായിട്ടും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നൽകുന്ന വിശദീകരണം എന്താണ്? ഇനി ED എത്തിയിട്ട് വേണോ ഇതൊക്കെ കണ്ടെത്താൻ? എന്താണ് വിനീഷ് വിവരങ്ങൾ? എങ്ങനെയാണ് ഇത് അന്വേഷണ സംഘത്തിന് തിരിച്ചടി ആകുന്നത്? അശ്വതി, ഇതിൽ അന്വേഷണം ആദ്യഘട്ടം മുതൽ തന്നെ ഇഴയുന്നു എന്നൊരു ആക്ഷേപം, അല്ലെങ്കിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടേക്കാം എന്ന ആക്ഷേപം ഹൈന്ദവ സംഘടനകളും BJPയും പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചതാണ്. അതേസമയം തന്നെ ഈ ഒരു അന്വേഷണം ആരംഭിച്ച് 4 മാസം പിന്നിടുമ്പോൾ അന്വേഷണ സംഘത്തിന് കോടതിയിൽ കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് തന്നെ പ്രതികളെല്ലാവരും പുറത്തിറങ്ങുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പ്രത്യേകിച്ച് 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും ജാമ്യം ലഭിച്ചു. ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അന്വേഷണം ഒരു ഘട്ടത്തിലും കൃത്യമായി നടന്നില്ല. പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു ഇടപെടൽ പല ഘട്ടങ്ങളിലും ഉണ്ടായി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പല തരത്തിലുള്ള ആക്ഷേപമായി ഉയർന്നു വന്നത്. ഇതിൽ 4 മാസം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. തൊണ്ടി മുതലുകൾ പൂർണ്ണമായും കണ്ടെടുക്കാനും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. പ്രധാനമായും ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ടി മുതൽ എന്ന് പറയുന്ന വസ്തു ആ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ്. ആ തെളിവ് ഇതുവരെയും അന്വേഷണ സംഘത്തിന് കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തൊണ്ടി മുതലിൻ്റെ അഭാവത്തിലും കൃത്യമായ റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാത്ത സാഹചര്യത്തിലുമാണ് ഇത്തരത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത്. ഈ ഘട്ടം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്,
കൂടുതൽ പ്രതികളെ ഇനിയും ഇക്കാര്യവുമായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്. അവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും അവസാനം കോൺഗ്രസും അധികമായി പ്രതിക്കൂട്ടിലേക്ക് എത്തുന്നു. കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ കാലഘട്ടത്തിലും ഇത്തരത്തിൽ സ്വർണ്ണങ്ങൾ ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്തു അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടുപോയി എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. CPM-ഉം പ്രതിക്കൂട്ടിലായി നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെയും CPM-നെയും സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഏതെങ്കിലും തരത്തിൽ ഒതുക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന്മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയതും കുറ്റപത്രം ഈ കാലയളവിൽ സമർപ്പിക്കാത്തതും എന്ന ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായ നിർണായകമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ആ തെളിവുകളുടെ പ്രധാന ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് തൊണ്ടിമുതൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. ആ ഹാജരാക്കേണ്ട നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടില്ല. അപ്പോഴും പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നതാണ് പ്രധാനമായും ആക്ഷേപമുയരുന്നത്. സമാനമായ സാഹചര്യത്തിൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ വലിയ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ നിലവിലെ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി തന്നെയാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒരേ തരത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന ആക്ഷേപം ഇപ്പോൾ BJP ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനം സോണിയാഗാന്ധിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമടക്കം പല ഘട്ടങ്ങളിലും നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുമ്പോൾ കോൺഗ്രസിനെ പ്രതിരോധിക്കാനായി അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാനായി ഇടതുപക്ഷം ഈ വിഷയം സഭയിൽ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ പോലും അത് ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ അമർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. ഈ കേസുകളൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസിൻ്റെ പ്രധാന പ്രതികൾ എന്ന് പറയുന്നവർ രക്ഷപ്പെടുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. അത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ജാമ്യത്തിലിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറിയേണ്ട ഒരു കാര്യം, ഇന്നലെ UDF കൺവീനർ അടൂർ പ്രകാശ് MP-യെ ചോദ്യം ചെയ്തു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇദ്ദേഹത്തിന് സാമ്പത്തിക ഇടപാടുകളുണ്ടോ? അത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കേസുമായി ബന്ധിപ്പിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിക്കും. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. 2.5 മണിക്കൂറോളമാണ് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് SIT ടീം ചോദ്യങ്ങൾ ഉന്നയിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസും അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ബന്ധം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് തന്നെയാണ് അടൂർ പ്രകാശിന് മറുപടി പറയേണ്ടി വന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM നേതാക്കളെ പോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കൾ അടുത്ത ബന്ധം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിലാണ് മുൻകാലങ്ങളിലും കോൺഗ്രസിന്റെ ഭരണകാലത്തും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നോ, ശബരിമലയിൽ നിന്ന് സ്വർണം കടത്താനായി കോൺഗ്രസിന്റെ നേതാക്കൾ അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം ഭാരവാഹികൾ ഇടപെട്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒക്കെ ചോദ്യങ്ങൾ തന്നെയാണ് അടൂർ പ്രകാശിനോട് പ്രത്യേകിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസും CPM-ഉം ഒരേ തരത്തിൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിസന്ധിയിലാകുന്നു. ഈ വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏതെങ്കിലും തരത്തിൽ തണുപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിനും CPM-നും ഉള്ളത് എന്നതാണ് നമുക്ക് രാഷ്ട്രീയമായി ഉയരുന്ന ഒരു ആക്ഷേപം. പ്രത്യേകിച്ച് BJP പല ഘട്ടങ്ങളിലും ആവശ്യപ്പെട്ടത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ്. ആ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനായി സംസ്ഥാന സർക്കാർ കേസ് മാറ്റാനായി ഇതുവരെയും തയ്യാറാകാത്ത ഒരു സാഹചര്യം. അതേസമയം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ EDക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ ED ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ കോൺഗ്രസിനും അതിനോട് അധികമായ താല്പര്യമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനും CPM-നും സർക്കാരിനും തന്നെ വലിയ രീതിയിലുള്ള പങ്ക് ഈ സ്വർണ്ണ കടത്തുമായി ഉണ്ട് എന്ന ആക്ഷേപം ഉയരുന്നതിൽ ശരിയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിഗമനങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ. ഓക്കെ വിനീഷ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വാർത്താസമ്പന്നമായിട്ടുള്ളൊരു ദിവസം വിനീഷിന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട്
പ്രതികൾ ഓരോന്നായിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നറിയുന്നു. ഈ കുറ്റപത്രത്തിൻ്റെ കരട് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന വാർത്തയൊക്കെ നേരത്തെ പുറത്ത് വന്നിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ സംശയം ബലപ്പെടും. കാരണം പ്രതികളെ രക്ഷിക്കാനാണോ ഈ നീക്കം, കുറ്റപത്രം വഹിക്കുന്നത്? പ്രാഥമിക കുറ്റപത്രം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങില്ലായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പത്മകുമാറുമുണ്ട്, അതുപോലെ വാസുവുമുണ്ട്. എന്തായാലും അവർ പുറത്തിറങ്ങിയാലേ കുറ്റപത്രം കൊടുക്കുകയുള്ളൂ. പാർട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ 2 പേരോടെങ്കിലും പ്രതിപത്തി കാണിക്കണമല്ലോ, അല്ലേ? അല്ല, നമുക്ക് നോക്കാം. ഇനി വരും ദിവസങ്ങളിൽ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കുമോ പത്മകുമാറും പോറ്റിയും, അല്ലെങ്കിൽ പോറ്റിയും നമ്മുടെ മുരാരി ബാബുവും പുറത്തിറങ്ങിയതുപോലെ പുറം ലോകം കാണുമോ? അതൊക്കെ കണ്ടറിയണം. എന്തായാലും ഈ 2 പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ സുപ്രധാനമായത് SITയുടെ ഗുരുതര വീഴ്ച തന്നെയാണ്. അത് കണ്ണടച്ചുകൊണ്ട് തന്നെ ആ ഒരു ഗുരുതര വീഴ്ച ഉണ്ടാക്കിയതെന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അല്ലെ, ഈ പൂജപ്പുര ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ED അപ്പുറത്ത് വലയം കൊണ്ടിരിക്കുക. നേരെ EDയുടെ വലയിലേക്കാണ് ഇവരെല്ലാം ചെന്ന് പെടുന്നത്. അപ്പോൾ കാരണം EDയും നോട്ടീസ് അയച്ച് വിളിപ്പിക്കുകയാണ് ഇവരെല്ലാവരെയും. ജയിൽ വിട്ട പോറ്റിയെ കാത്തിരിക്കുന്നത് ED ആണ്. അതെ.